CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹംപി ട്രിപ്പിൻ്റെ 12ാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ്. അപ്പോൾ ഹംപി നമ്മൾ ഹനുമാൻ ടെമ്പിൾ കണ്ടതിന് ശേഷം ഹംപിയിൽ നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നു. 2 ദിവസമാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് പിന്നെ അടുത്ത ദിവസം രാവിലെ നമ്മൾ പോയത് അവിടുത്തെ ഒരു സൂ കാണാനാണ്. മ്യൂസിയം കാണാൻ പോയിരുന്നു, പക്ഷേ അന്ന് മ്യൂസിയം ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള കമലാപൂർ എന്ന സ്ഥലത്തുള്ളൊരു ഓപ്പൺ സൂ ഉണ്ട്, അത് കാണാനാണ് പിന്നെ ഞങ്ങൾ പോയത്. നമുക്കൊന്ന് എൻട്രി ടിക്കറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ ജീപ്പ് സഫാരിയോ എടുക്കാം. അപ്പം ഞങ്ങൾ ബസ്സാണ് സെലക്ട് ചെയ്തത്. ജീപ്പ് സഫാരി ഇത് കവേർഡാണ്, ജീപ്പും കവേർഡാണ്, ബസ്സും കവേർഡാണ്. ഓപ്പൺ സൂ ആണ് ഇത് മെയിൻ ഒരു എൻട്രി ഫുള്ള് ഗ്രില്ലിട്ട് മറച്ചതിന് ശേഷം അതിനോടുള്ളതാണ് ആ ഒരു കാടിനുള്ളിലൂടെയുള്ള റോഡാണിത്. അപ്പോൾ ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഏരിയയും കവർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സെപ്പറേറ്റ് സിംഹങ്ങൾക്ക് സെപ്പറേറ്റ്, നമ്മളിങ്ങനെ പുലികളെയൊക്കെ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുന്നത്. അത് അവരെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഗ്രില്ലടിച്ച് അത് കവേർഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഏരിയ ആയിട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ചെറിയ ഗേറ്റുകളുണ്ട്. ഈ ഒരു ഗ്രിൽ ഒരു ഏരിയയിൽ അതിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനും കയറാനും ഒക്കെ സെപ്പറേറ്റ് ഒരു ഗേറ്റുകളുണ്ട്. പണ്ട് കണ്ട ജുറാസിക് പാർക്ക് സിനിമ മോഡൽ അവർ നമ്മൾ ഫസ്റ്റ് ഒരു ഗ്രില്ലിലോട്ട ഏരിയ, അതിൻ്റെ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അകത്തൊരു സെപ്പറേറ്റ് ഒരു ഏരിയയിലേക്ക് കയറും. അപ്പോൾ നമ്മളുടെ ബാക്ക് സൈഡിലെ ഗ്രില്ലിനെ കടക്കി അവർ ക്ലോസ് ചെയ്യും. അതിനുശേഷം ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് കാണും. അപ്പോൾ 2 ഗ്രില്ലിൻ്റെ ഇടയിലാണ് നമ്മൾ ഇപ്പം വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബാക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം ഒരു ഫോറസ്റ്റ് റേഞ്ചർ വന്നിട്ട് ഫ്രണ്ടിലെ ഗേറ്റ് തുറക്കും. അപ്പോൾ നമ്മൾ വന്ന വാഹനം അകത്ത് കടന്നതിന് ശേഷം ഈ ഒരു ഗേറ്റും ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയയിലോട്ട് കവർ ചെയ്യുമ്പോൾ ഇതെനിക്ക് ഡബിൾ ഗേറ്റും ഡബിൾ ഗ്രില്ലും കാണും. ആദ്യത്തെ ഒരു ഏരിയ ഗേറ്റ് കവർ ചെയ്തതിന് ശേഷം അടുത്തൊരു കുറച്ച് നമുക്ക് ഒരു 1-2 ബസ് കിടക്കത്തക്ക രീതിയിലുള്ള വീതിയിൽ അടുത്തൊരു ഗ്രില്ലും ഗേറ്റും അത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് കടത്തിവിടുന്നത്. അങ്ങനെ ഓരോ ഏരിയയിലേക്കും കയറുമ്പോൾ സെപ്പറേറ്റ് ഇതെനിക്ക് ഗ്രില്ലുകളുണ്ട്. ഇത് നമ്മൾ ഒരു സിംഹത്തിനെ കണ്ടതിന് ശേഷം പിന്നെ ഇതെനിക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ, അത് അവിടെ നമ്മൾ ഇതെനിക്ക് പുലിയൊക്കെ അവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് എല്ലാം മാറ്റി തിരിച്ചിട്ട് അതിന് ശേഷം അതെനിക്ക് 2 ഗ്രില്ല് അതും സെപ്പറേറ്റ് നമ്മൾ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഇതെനിക്ക് കുറച്ച് ഭാഗങ്ങളിൽ ഇതെനിക്ക് ഒട്ടകപ്പക്ഷിയും ജിറാഫ് മുതലായ മൃഗങ്ങളെയൊക്കെ അവിടെ സെപ്പറേറ്റ് ഗ്രില്ലിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ നടക്കാനാണെങ്കിൽ കുറച്ച് നടന്ന് കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ കയറിയതിന് ശേഷം ഞങ്ങൾ ഉച്ച വരെയാണ് അത് അവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അത്ര ഏരിയ ഉണ്ട് കാണാൻ, നല്ല ഒരു ഏരിയയാണ്. അവർ നല്ല വൃത്തിയാക്കിയാണ് അത് ഇട്ടിരിക്കുന്നത്. മൊത്തം ഞങ്ങൾക്ക് ഹംപി സ്റ്റേ വന്നത് 2 ദിവസം സ്റ്റേ വന്നുള്ളൂ. ഞങ്ങൾ ചെന്നത് ദിവസം രാത്രി 10 മണിക്കായിരുന്നു. അന്ന് നൈറ്റും സ്റ്റേ. അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നൈറ്റ് അന്ന് തന്നെ ഹനുമാൻ ടെമ്പിളും കണ്ടിട്ട് അന്നത്തെ നൈറ്റും സ്റ്റേ. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ 6:30-7 മണിക്കകത്ത് തന്നെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഒരു 9:30-10 മണിയാകുമ്പം ബാക്കി കാണാനുള്ള ഏരിയയെല്ലാം ഞങ്ങൾ കവർ ചെയ്തു. ഇപ്പോൾ സ്വന്തം വണ്ടിയിൽ അതിൻ്റെ ഒരു നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം. അത് നമുക്കിപ്പോൾ ആരുടെടുത്തും ചോദിക്കാൻ പറയാനില്ല. നമ്മൾ ജസ്റ്റ് സൈൻ ബോർഡുകൾ കാണുന്നു, അത് നമ്മൾ പോകുന്നു, ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 ദിവസം കൊണ്ട് ഫുൾ കവർ ചെയ്തു. ആ ഹംപി ഏരിയ ഏകദേശം മെയിൻ സ്ഥലങ്ങളെല്ലാം 2 ദിവസം കൊണ്ട് കവർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഹംപി ട്രിപ്പിൻ്റെ ഇത് ഫൈനൽ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത് പോയത് നേരെ ജോഗ് വാട്ടർഫാൾസിലോട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.